മുരളിച്ചേട്ടന്റെ മുട്ടായി വിവാദം ഇപ്പോഴും വളരെ വലിയ രീതിയിൽ നടക്കുകയാണ്. ബട്ട് ഇത് ഏത് റേഞ്ചിൽ പോകുമെന്ന് നിങ്ങൾക്കറിയോ? ഇത് വളരെ ഈ ദൃശ്യങ്ങൾ ഇവര് തന്നെ ഉണ്ടാക്കി കൊടുത്ത് കോളനികൾ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവരെടുത്ത് കൊണ്ടുപോയിട്ട് കണ്ട BJP-യുടെ MLA ചെയ്യുന്നത് കണ്ട, കുട്ടികളുടെ മുന്നിൽ മിഠായി ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ ചോറ് തവി കൊണ്ട് വാരി ഇലയിൽ ഇട്ട് കൊടുത്താൽ അതിനിപ്പോ ഏത് ഗണത്തിൽപ്പെടും? ഇനി എങ്ങാനും ശ്രീ V മുരളീധരൻ ഒന്ന് മൂത്രം ഒഴിക്കാൻ മുട്ടിയിട്ട് ചിലപ്പോൾ അവിടുത്തെ ടോയ്ലറ്റിൽ കയറാതെ പബ്ലിക്കായിട്ട് ആരും കാണാതെ ഏതെങ്കിലും ഒരു മതിലിലോ ചുവരിലോ പോയി മൂത്രം ഒഴിച്ചിരുന്നെങ്കിൽ ഇവർ പറഞ്ഞാൽ ആദിവാസികൾ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് V മുരളീധരൻ ഉപയോഗിക്കത്തില്ല, അയിത്തമാണ്. എങ്ങാനും ഒരു കീഴ്ശ്വാസം പോയിരുന്നെങ്കിൽ കണ്ടില്ലേ അയിത്തം, അവർ വന്നിട്ട് നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന അവിടെ തന്നെ കീഴ്ശ്വാസം ഇട്ടിരിക്കുന്നു എന്ന് പറയും. നമ്മുടെ നാട്ടിൽ പഴയ ജാതി വ്യവസ്ഥ തിരികെ വരണമെന്ന് ആഗ്രഹിക്കുന്നതും ആ ജാതി വ്യവസ്ഥയിലുള്ള എന്തെങ്കിലുമൊക്കെ ഈ കാലഘട്ടത്തിൽ ആരെങ്കിലുമൊക്കെ ചെയ്യണമെന്നും, പ്രത്യേകിച്ച് അൺടച്ചബിലിറ്റി, അയിത്തം, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, ജാതി വിദ്വേഷം ഒരാൾ മറ്റൊരാളോട് എങ്ങനെയെങ്കിലും കാണിച്ചു കിട്ടണം എന്ന ആഗ്രഹമുള്ള 4 പ്രധാനപ്പെട്ട ആൾക്കാരാണുള്ളത്. അതിലേറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് അംബേദ്കറൈറ്റുകൾ. പക്ക സാധനങ്ങളാണിത്. അംബേദ്കറുടെ പേരും വെച്ചിട്ട് ഇവർ ഹിന്ദു മതത്തിന് ഇവർ പറയുന്നതല്ല, അതെന്തും പറയാം. കാര്യം അത് ഭഗവാൻ കൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞത് കേട്ടിട്ട് അർജുന നീ ചാടി ഇറങ്ങണ്ട, ഞാൻ പറഞ്ഞ വാക്കുകൾ കമ്പോട് കമ്പ് വിമർശിച്ച് നിന്റെ സ്വന്തം ബുദ്ധി കൊണ്ട് ഇറങ്ങിയാൽ മതി. അതുകൊണ്ട് സ്വന്തം ഭഗവാനെ പോലും എനിക്ക് വിമർശിക്കാൻ, എന്റെ ഭഗവാൻ ആ പറഞ്ഞതിൽ ജാതീയത ഉണ്ടെങ്കിൽ തെറ്റാണ് കൃഷ്ണ ആ എഴുതിയിരിക്കുന്നത് എന്ന് പറയാനുള്ള ധൈര്യം എനിക്കുണ്ട്. ആ മഹാനായ വ്യക്തി അംബേദ്കർജി തന്റെ ജീവിതത്തിലുണ്ടായ എല്ലാ അനുഭവങ്ങൾക്കും കാരണം മനുസ്മൃതിയാണെന്ന് അടിയുറച്ച് വിശ്വസിക്കുകയും, അത് പറയാൻ കഴിയില്ല, വില്യം ജോൺസ് ഒക്കെ എഴുതി തയ്യാറാക്കിയിട്ടുള്ള സാധനമാണ്. എന്നിരുന്നാലും ജാതീയ വ്യവസ്ഥ അതിക്രൂരമായി നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നു. അതിനൊരു പരിധിവരെ കാരണം മനുസ്മൃതിയാണെന്ന് അദ്ദേഹം വിശ്വസിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ആ പുസ്തകം കത്തിയൊക്കെ ചെയ്ത ആളാണ്. പക്ഷേ അദ്ദേഹം വേറൊരു മതത്തിന്റെയും കാല് നക്കാനും കാല് പിടിക്കാനും പോയിട്ടില്ല. പക്ഷേ ഇവറ്റകൾ പോകും. ഇവറ്റകൾക്ക് ഈ മധുവിനെ കൊന്ന കേസൊക്കെ വരുമ്പോൾ ഇവന്റെയൊക്കെ കാലിടറും. കെവിന്റെ കേസ് വരുമ്പോഴും ഇവന്മാരുടെ നാക്ക് തളരും. അഭിമന്യുവിന്റെ കേസ് വരുമ്പോൾ ഇവന്മാർ കുഴഞ്ഞു വീഴും. പ്രതികളെയും പിടിക്കേണ്ട, പ്രതികളെ പറ്റി അറിയുകയും വേണ്ട. അതാണ് ഇവന്മാരുടെ ഒരു ടൈപ്പ്. അത് നിങ്ങൾക്ക് സ്പെഷ്യലി മനസ്സിലാവും. ആ ഭാഗത്തോട്ട് തിരിയുമ്പോൾ തന്നെ ഇവരുടെയൊക്കെ കൈയും കാലും വിറയ്ക്കും. സാഹിത്യകാരന്മാരാ, ബുക്കുകളൊക്കെ എഴുതും, കുറെ മൊണ്ണ ബുക്കുകളൊക്കെ ഇവന്മാർ എഴുതി വെക്കും. അപ്പോൾ ഒന്ന് ഇവന്മാര്. 2 സുഡാപ്പികൾ. ഈ ഇസ്ലാമൈസേഷൻ എങ്ങനെ നടത്തണം എന്നതിനെ പറ്റി അവർക്ക് വലിയൊരു ധാരണയുണ്ട്. 4 രീതിയിലാണ് ഇവർ ഇസ്ലാമൈസേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഒന്ന്, സ്വയം പ്രസവിച്ച് എണ്ണം കൂട്ടി അത് ഒരു വഴിക്ക് പോകും. രണ്ടാമത്, മറ്റു മതങ്ങളിൽ നിന്ന് മതപരിവർത്തനം ചെയ്ത് കൊണ്ടുവരുന്നത്. മൂന്നാമത്തത്, പുറത്തു നിന്ന് രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാരെ ഉള്ളിലേക്ക് എത്തിക്കുന്നത്. നാലാമത്തത് വളരെ മേച്ചമായ കാര്യമാണ്, കൊല്ലുക. അത് അത്ര പോസിബിളി അവർ ചെയ്യാറില്ല. എന്നിരുന്നാലും പണ്ടൊക്കെ ഒരുപാട് വർഗീയ കലാപങ്ങൾ നാട്ടിൽ വൺ സൈഡ് ആയിട്ട് നടന്നിട്ടുണ്ട്. 921 അതിന് ഉദാഹരണമാണ്. അപ്പോൾ ഈ ഒരു 4 മാർഗങ്ങൾ, ഈ 4 മാർഗങ്ങൾക്ക് BJP ഒരു വലിയ തടസ്സമാണ്. BJP RSSനോട് അടുപ്പം വരുന്ന ആൾക്കാർക്ക് ഒരു മുസ്ലിം വിരോധം ഉണ്ടാകുമെന്ന് ഇവർ വിശ്വസിക്കുന്നു. മുസ്ലിമുകളോടല്ല വിരോധം, തീവ്രവാദം ചെയ്യുന്നവന്മാരാണെന്നും ഈ തീവ്രവാദം ചെയ്യുന്നവന്മാര് ഞങ്ങളുടെ തന്നെ കൂട്ടുകാരായിട്ടുള്ള മുസ്ലിം കൂട്ടുകാരന്മാർക്ക് പണി കൊടുക്കുന്നവന്മാരാണോ എന്ന് നമുക്ക് നല്ല ഉറപ്പുണ്ട്. കാര്യം ഈ സിറിയയിലോട്ട് അവിടേക്ക് ഇവിടെയൊക്കെ പോയതാരും ഈ ഹിന്ദു പെൺകുട്ടികളെയും ക്രിസ്ത്യൻ പെൺകുട്ടികളെയൊക്കെ പ്രേമിച്ച് കൊണ്ടുപോയെങ്കിലും ഈ പോയവന്മാർ മുസ്ലിങ്ങളാണ്. അവരൊക്കെ സിറിയയിൽ പോയി വെടികൊണ്ട് മരിച്ചപ്പോൾ, ഇവിടത്തെ വെടികൊണ്ട് ചത്ത് പണ്ടാറടങ്ങിയപ്പോൾ ഇവിടെ അവരുടെ തന്നെ മാതാപിതാക്കൾ പറഞ്ഞിട്ടുണ്ട് അവരെന്റെ മക്കളല്ലാന്ന്. അപ്പൊ ആ മാതാപിതാക്കൾ പെറ്റു വളർത്തി മുലയൂട്ടി വളർത്തിയ ആ ഉമ്മയ്ക്കെല്ലാം എത്രത്തോളം വേദന ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ അതിലേക്ക് കൊണ്ടുപോകുന്ന ആ തീവ്രവാദത്തിന് സത്യം പറഞ്ഞാൽ ഞാൻ എതിരാണ്. അത് 100% എതിരാണ്, അതിൽ യാതൊരു സംശയവും വേണ്ട. അതെന്റെ കൂട്ടുകാരനെ ബാധിക്കരുത്, അവന്റെ കുട്ടിയെയും ബാധിക്കരുത്, അവന്റെ ഭാര്യയെ ബാധിക്കരുത്, അവന്റെ ഉമ്മയെ ബാധിക്കരുത്, അവന്റെ ഉപ്പയെ ബാധിക്കരുത്. മനസ്സിലായില്ലേ? ഈ ധാരണ ഞങ്ങൾക്ക് നന്നായിട്ടുണ്ട്, ഇത് ആരെയൊക്കെ ബാധിക്കുന്നു. അപ്പോൾ അതിനൊരു പരിധി വരെ BJP എതിരാണ്. പിന്നെ ഈ പശ്ചിമ ബംഗാളൊക്കെ പിടിച്ചെടുത്തോടുകൂടി ബംഗ്ലാദേശികളൊക്കെ തിരിച്ചു പോകുന്നു. അപ്പോൾ അങ്ങനെ പുറത്തുനിന്നുള്ള ആൾക്കാരെ കൂട്ടിയിട്ടുള്ള എണ്ണം അതിന് തടസ്സമായി നിൽക്കുന്നു. കൊല്ലുക എന്നത് ഇപ്പോൾ വളരെ വലിയ പ്രശ്നമാണ്. ഉത്തർപ്രദേശിൽ അവിടെ ഇവിടെ എൻകൗണ്ടർ ആണ്. പെട്ടപ്പെട്ടേ എന്ന് പറഞ്ഞ് വെടിവെച്ചില്ല. ഒരു 17 വയസ്സുള്ള ഒരു ഹിന്ദു ചെക്കനെ ബക്രീദിന്റെ അന്ന് വിളിച്ചുകൊണ്ട് ഒരു കുത്തിക്കൊന്നു. ഞാനതൊന്നും പറയാതിരുന്ന വെച്ചാൽ അത് പറയണം. ശരിക്കും അത് ചിലരെങ്കിലും അറിഞ്ഞിരിക്കണം, ഇങ്ങനെ നടക്കുന്നുണ്ട്. അത് ഈ അംബേദ്കറൈറ്റുകളോ മറ്റു മനുഷ്യ സ്നേഹികളോ ഒന്നും അത് പറയില്ല. അപ്പൊ അവന്റെയൊക്കെ നാക്ക് തളരും, ശരീരം കുഴയും, കൈകാലുകൾ വിറയ്ക്കും. അത് വേറെ. അപ്പൊ അതിനൊക്കെ ഇവരൊരു എതിരായത് കൊണ്ടാണ് സുഡാപ്പികൾ ഈ ജാതി വ്യവസ്ഥയെ നന്നായിട്ട് കീറി മുറിച്ച് എവിടെയെങ്കിലൊക്കെ ഉണ്ടാക്കടാ, ഞങ്ങളൊന്ന് കാണട്ടെ, ഉണ്ടാക്കുകയും ചെയ്യും. കാര്യം എന്താ? ഇന്ത്യ 1950 വരെ 1850 മുതൽ 1950 വരെ നീണ്ടു നിന്നിരുന്നൊരു വലിയൊരു പ്രോസസ്സാണ് നമ്മുടെ നാട്ടിലെ നവോത്ഥാനം.
അപ്പോൾ നവോത്ഥാനത്തിന്റെ ആ ഒരു തുടക്കമൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഏകദേശം ഒരു 10-75 വർഷമേ ആയിട്ടുള്ളൂ. ആ 75 വർഷത്തിന്റെ പോരായ്മ നമുക്കുണ്ട്. പിന്നെ മാത്രമല്ല, ഈ 75 വർഷം ഭരിച്ചത് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും. ഇവർ പരമാവധി ഈ കാസ്റ്റിസം ഊട്ടി ഉറപ്പിക്കുകയും റിവേഴ്സ് കാസ്റ്റിസം സൃഷ്ടിച്ചെടുക്കുകയും ഈ ജാതി വർഗീയത ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാൻ ഇവർ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചൂര് ഒന്ന് മാറാൻ സമയമെടുക്കും. വളരെ മൈന്യൂട്ട് ആൾക്കാരിൽ ഇപ്പോഴും ഈ അപ്പർ കാസ്റ്റ് ചിന്താഗതി ഉള്ളവരുണ്ട്, ലോവർ കാസ്റ്റ് ചിന്താഗതി ഉള്ളവരുണ്ട്. ഇവരിടയ്ക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ ഇതൊക്കെ ഇതുപോലുള്ള പരിപാടികൾ ഒപ്പിക്കും. കർണാടകയിലാകണ്ട ഏതൊരു ക്ഷേത്രത്തിൽ കണ്ടില്ലേ, തല്ലിയിട്ട കുട്ടി മരിച്ചു, വലിയ പ്രശ്നമാണത്. അത് മാറ്റിയെടുക്കണം. അത് കർണാടകയാണോ അതോ ആന്ധ്രയാണോ എന്നറിയില്ല. എന്തായാലും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമായിട്ട് അധികാരം എടുത്തിട്ടില്ല. അതൊരു ദളിത് ഫാമിലിനെയാണ്. അപ്പൊ ഇങ്ങനെ ഇവന്മാര് ഭരിച്ച് ഓൾറെഡി പകയും വിദ്വേഷവും ഒക്കെ ഉണ്ടാക്കി വെച്ചതിന്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതെങ്ങനെയെങ്കിലും ഉണ്ടായാൽ അത് വെച്ചുകൊണ്ട് ദളിതൻ, സവർണൻ, അവർണൻ ഇങ്ങനെയൊക്കെ വേർതിരിച്ചെടുക്കുക എന്നുള്ളത്. മൂന്നാമത്തത് പെന്തക്കോസ്ത്. അത് അംബേദ്കർ പറഞ്ഞ പോലെ ഒറ്റ ചിന്തയുള്ളൂ, ഞങ്ങളുടെ മതത്തിലോട്ട് ആളെ കൊണ്ടുവരണം. ദളിതനായിട്ട് നീ വെറുതെ ദളിതനായിട്ട് നിൽക്കരുത്, നിനക്കൊരു ടാഗ് ലൈനും കൂടെ ചേർത്ത് തരും, ദളിത് ക്രിസ്ത്യാനി. ഈ ഒരു ടാഗ് ലൈൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ദളിതൻ കൺവേർട്ട് ചെയ്ത് ദളിത് ക്രിസ്ത്യാനി ആയിട്ട് പിന്നെ അവിടെ പോയിട്ട് സമരമാണ്. എനിക്ക് ആനുകൂല്യം കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അത് വേറെ ടൈപ്പ്. മതം മാറി അപ്പുറത്ത് പോയവന്റെ ജാതി പ്രശ്നങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അതിൻ്റെ അകത്ത് 1500 ജാതി. അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്, ഹിന്ദു മതത്തിലെ ജാതി എന്ന വിഷവൃക്ഷം അത് യവന്മാരെ കൊണ്ടൊന്നും പറ്റില്ല. ഈ ക്രിസ്ത്യൻ മിഷണറിമാരോ ഈ ക്രിസ്തു മതമോ ഒന്നും ഇന്ത്യയിലെ താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടി പോരാടുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവരാകെ ചെയ്തത് തങ്ങളുടെ മതങ്ങളിലേക്ക് അല്ലെങ്കിൽ മതത്തിലേക്ക് ആളെ ചേർക്കുക എന്നത് മാത്രമേ ഉള്ളൂ. ആ ചേർത്തിട്ട് അതേ ജാതി വ്യവസ്ഥ അതിൽ നിലനിർത്തുകയും അവർക്ക് പ്രത്യേകം പള്ളി, പ്രത്യേകം പാതിരി, പിന്നെ പ്രത്യേകം കാര്യങ്ങൾ, പ്രത്യേകം ചടങ്ങുകളൊക്കെ ആക്കി അവരെ ആ ഒരു ലെവലിൽ തന്നെ ഇവർ ഇപ്പോഴും ട്രീറ്റ് ചെയ്യുന്നു. ദളിത് ക്രിസ്ത്യാനി എന്നുള്ള റേഞ്ചിൽ തന്നെ ഇവർ കൊണ്ടു നടക്കും. അതിൻ്റെ മേലെ പോയി അവരുടെ സവർണ തമ്പ്രാക്കന്മാരെ ആരെങ്കിലും കല്യാണം കഴിക്കണമെന്ന് അവരെ വീട്ടിൽ കയറി പെണ്ണാലോചിച്ചാൽ കെവിൻ കൊല്ലപ്പെട്ട പോലെ കൊല്ലപ്പെടും. അപ്പോൾ അത് ആ കാര്യത്തിൽ പെന്തക്കോസ്തുകാർക്കും ഇത്തരം കാര്യങ്ങൾ കിട്ടുന്ന ഒരു വലിയൊരു ഇക്കോസിസ്റ്റമാണ്. നാലാമത് കമ്മ്യൂണിസ്റ്റുകാർ. കമ്മ്യൂണിസ്റ്റുകാരെന്നൊന്നും പറയുന്നതിനേക്കാൾ നല്ലത് അതിൽ എല്ലാവരും ഒന്നും അങ്ങനെ ഇല്ല. കമ്മ്യൂണിസ്റ്റുകാരല്ല, ഈ കമ്മ്യൂണിസ്റ്റ് സാഹിത്യകാരന്മാര്, ലെഫ്റ്റ് ലിബറൽസ്, ഇടതുപക്ഷം എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ശരി. ഇടതുപക്ഷ, ലെഫ്റ്റ് ലിബറൽസ്, അർബൻ നെക്സൽസ്, സാഹിത്യകാരന്മാർ, ഭയങ്കര കൊണാണ്ടർ, സാഹിത്യ കൊണാണ്ടറുകൾ എഴുതി അങ്ങോട്ട് കൊല്ലും. ഈ അടുത്ത കണ്ടൊരു കോപ്പിയടി നടന്നല്ലോ, ഒരു കോപ്പിയടി ടീച്ചറുണ്ട്. ഞാൻ മീര അല്ലേ, മിസ് മീര, അവരുടെ ഞാൻ ഒരുവണ അവരെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിനെ പറ്റി എപ്പോഴും പറയാൻ പറ്റത്തില്ല. അപ്പൊ ഈ ടീമിന് അധികാരം, അവർക്ക് അവരുടെ രാഷ്ട്രീയ പാർട്ടി അധികാരത്തിലെത്തണം, അവർക്ക് ഇഷ്ടപ്പെട്ട രാഷ്ട്രീയം അധികാരത്തിലെത്തണം, മറ്റുള്ളവർ മുഴുവൻ മോശം. ചിലർ പറയില്ല, ഞങ്ങൾക്ക് ഒരു ദൈവമേ ഉള്ളൂ, ഞങ്ങളുടെ ദൈവമാണ് ബെസ്റ്റ് ദൈവം, ഞങ്ങളുടെ ദൈവത്തെ വിശ്വസിച്ചാൽ മാത്രമേ സ്വർഗത്തിലെത്തുള്ളൂ, ഞങ്ങളുടെ ദൈവത്തെ വിശ്വസിക്കാത്തവന്മാരൊക്കെ 100% നരകത്തിലാണ്, നിത്യ നരകത്തിലാണ്, ഞങ്ങളുടെ ദൈവം ബെസ്റ്റാണ്, ഞങ്ങളുടെ ദൈവം മഹാനാണ്, ഞങ്ങളുടെ ദൈവം ഭയങ്കര സംഭവമാണ്. ഈ ടൈപ്പ് അതേപോലെ തന്നെയാണ് മറ്റൊരു, ഞങ്ങളുടെ പാർട്ടി മാത്രമേ കൊള്ളാവൂ, ഞങ്ങൾ മാത്രമേ കൊള്ളാവൂ, ബാക്കിയെല്ലാം മോശമാണ്. എങ്ങനെ മോശമാക്കാം? എങ്ങനെ ഇവരെ രണ്ട് വിഭാഗമായിട്ട് നിർത്തിയിട്ട് ഇവരുടെ വോട്ട് മേടിക്കും? ഇതിൻ്റെയൊക്കെ ഇടയിൽ ഈ പാവപ്പെട്ട ദളിത് വിഭാഗത്തെ രക്ഷിച്ചെടുക്കുക വളരെ വലിയ പ്രയാസമുള്ളൊരു കാര്യമാണ്. അതിന് ഇവർ ഉപയോഗിക്കുന്നത് കൊച്ചു കുട്ടികളെയാണ്. കൊച്ചു കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് വളരെ സന്തോഷപൂർവ്വം നടന്ന ഒരു ചടങ്ങിനെ അവർ കുളമാക്കിയെടുത്ത് അതിനുശേഷമുള്ള ചടങ്ങുകളിൽ എന്തെല്ലാം ബാഗ് കൊടുക്കുന്നു, ബുക്ക് കൊടുക്കുന്നു, എല്ലാ കുട്ടികളുടെ അടുത്തും പോകുന്നത്, സംസാരിക്കുന്നു, കൈ കൊടുക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, മുത്തം വെക്കുന്നു, ഇതെല്ലാം പിന്നെ ഉണ്ട്. പക്ഷെ അതിലൊരു പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ട് ആ പരിപാടിക്ക് ഒന്നുമില്ല എന്നുള്ളത് കണ്ടാൽ തന്നെ മനസ്സിലാവുന്ന ഒരു പരിപാടിക്ക് അവർ വലിയ മൈലേജ് കൊടുക്കും. അപ്പൊ ഞാൻ ഈ പറഞ്ഞ 4 എണ്ണം സമൂഹത്തിലെ ഏറ്റവും വലിയ വിത്തുകളാണ്. ഈ വിത്തുകൾ നമ്മുടെ കുട്ടികളുടെ മനസ്സിലേക്ക് പോകാതിരിക്കുക നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഞാൻ ഇത് നമ്മുടെ കൂടെ ഉള്ള ഒരാൾക്കും ഇത് പകർന്നു കൊടുക്കില്ല. ഈ ഒരു സംഭവത്തിൽ എല്ലാവരും കൂടെ ദളിതർക്ക് ഇപ്പം കാര്യം മനസ്സിലായി, ഇനിയിപ്പോ ദളിതരും അവർണരും കൂടെ ഒരു ഞെരുപ്പായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കുന്ന പറയണമുണ്ടല്ലോ, അവരോടാ ഞാൻ പറയുന്നത്, 99 പേര് നിങ്ങളെ കൂടെ നിന്നാലും ഒരുത്തൻ ഇപ്പുറത്ത് നിൽക്കൂടാ. കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരുത്തനെങ്കിലും കാണുമല്ലോ. എനിക്കറിയാം, ഞങ്ങൾക്ക് വിദ്യാഭ്യാസം തരാതെ, ഞങ്ങളെ കുട്ടികൾക്ക് സ്റ്റൈപ്പൻഡ് കൊടുക്കാതെ, ഞങ്ങളുടെ കുട്ടികളെ പ്രീമെട്രിക് ഹോസ്റ്റലിൽ ജാതി അധിക്ഷേപം നടത്തി ഞങ്ങളുടെ പെൺകുട്ടികളെ അവിടെ നിന്ന് ഇറക്കി വിടുകയും അവർക്കൊക്കെ നേരാവണ്ണം വിദ്യാഭ്യാസം കൊടുക്കാതിരിക്കും, അവർക്ക് ഗ്രാന്റ് കൊടുക്കാതെ അവരുടെ വിദ്യാഭ്യാസം തടസ്സം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ആരാണ് നമുക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. പിന്നെ ഈ രാജ്യത്ത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ 100% BJPക്കാരും അല്ലല്ലോ. കുട്ടികൾ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, BJPക്കാരും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, വലിയൊരു ഇക്കോസിസ്റ്റം ഇതിങ്ങനെ നിങ്ങളുടെ ചുറ്റും സർക്കിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അവന്മാരുടെ ആ ഒരു നരേഷൻ, ആ ഒരു വിഷ നാക്കുകൾ, അവന്മാരുടെ വിഷ കണ്ണുകൾ, ഇത് എങ്ങനെയൊക്കെയാണ് ഇതിനെ കാണുക എന്ന് പറയാൻ കഴിയില്ല.